ഗൈസ് ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. നമ്മൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ഹീറോ സീറോ ട്രേഡ് സ്പോട്ട് ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു. 76,800 PE നമ്മൾ 25 ബൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 140 വരെ പോയി. 112 വരെ നമ്മൾ ക്യാപ്ചർ ചെയ്തു, ഓൾമോസ്റ്റ് 5 ടൈംസ്. ആൻഡ് ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 ആണ്. പക്ഷേ 1 lakh പ്ലസ് യൂസിങ് 30,000 1 lakh പ്ലസ് നമുക്ക് ആ ഒരു ട്രേഡിൽ നിന്ന് കിട്ടി. ഞാൻ ഒരു ഓർഡർ കാണിച്ചു തരാം, എൻട്രി എടുത്തത് കാണിച്ചു തരാം. 5 മിനിറ്റ്സിൽ 30,000 യൂസ് ചെയ്തിട്ടാണ് നമുക്ക് 1 lakh പ്ലസ് പ്രോഫിറ്റ് കിട്ടിയത്. ഇതൊരു ഹീറോ സീറോ ട്രേഡ് ആണ്, പക്ഷേ അതിന്റെ ഒരു റിസ്ക് ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത മാതിരി കംപ്ലീറ്റ് സൈഡ് വൈസ് ആയിരുന്നു. ആ ഒരു മൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആകെ എടുത്തേക്കുന്ന ട്രേഡ് ആഫ്റ്റർ 11 o'clock ഓപ്ഷൻ ബൈങ്ങിൽ 3 o'clockനാണ്. 11 o'clock ലാസ്റ്റ് ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് പിന്നുള്ള എൻട്രി 3 o'clockനാണ്. സോ അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു ഓപ്ഷൻ ബയേഴ്സിന്. ബെറ്റർ നോട്ട് ടു ട്രേഡ് ഈവൻ ഇഫ് യു അവോയ്ഡഡ് 3 o'clock, ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ ലെറ്റ് മീ ഷോ യു. ഇന്നത്തെ പ്രോഫിറ്റ്. പക്ഷേ നമ്മൾ ആദ്യം പുട്ട് ട്രേഡ് ട്രൈ ചെയ്തു, കപ്പിൾ ഓഫ് ടൈംസ് വർക്കൗട്ട് ചെയ്തില്ല. ദെൻ വി ട്രൈഡ് കോൾ ട്രേഡ് ഓൾസോ ആഫ്റ്റർ ദ ബ്രേക്ക്ഔട്ട്, വർക്കൗട്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ എടുത്തത് ഇതാണ് 3 മണിക്ക് എടുത്ത ട്രേഡ്. 5 മിനിറ്റിലെ ട്രേഡാണ് നമുക്ക് ഇതുപോലെ വർക്കൗട്ട് ആയത്. സോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രേഡ്. 3:03 ഞാൻ എൻട്രി എടുക്കുന്നത്. 3:03 അടുത്തൊരു എൻട്രി ഉണ്ട്. അതിനുശേഷം 3:07, 3:08 4-5 മിനിറ്റിലാണ് എക്സിറ്റ് ആവുന്നത്. അതിന് മുമ്പ് ലാസ്റ്റ് എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് 11:05 അതിനുശേഷം ഒറ്റ ട്രേഡ് പോലും എടുത്തിട്ടില്ല. മാർക്കറ്റ് സൈഡ് വൈസ് ആണ്. 11:06 ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയി. പക്ഷേ പിന്നെ എടുക്കുന്ന ട്രേഡ് ഇതാണ് 700 ക്വാണ്ടിറ്റി. അതിന് മുമ്പ് 120, 200 ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളൂ, വളരെ ചെറുതാണ്. പക്ഷേ ഇവിടെ 3 മണിക്ക് പ്രീമിയം വളരെ കുറവായിരുന്നതുകൊണ്ട് 28.32 ബൈ ചെയ്തു. എന്നിട്ട് 102, 112 വരെ പോയി. സോ അത്രയും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയാണ് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് 76,800. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യുന്നത് 28. അത് 170 വരെ പോയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഓൾമോസ്റ്റ് 112 അത് എക്സിറ്റ് ചെയ്തു. ഇവൺ അത് ഞാൻ എക്സിറ്റ് ഫൈനലി ഹോൾഡ് ചെയ്തിരുന്നെങ്കിലും 58 അത് പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്തത് 112 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് 11 o'clockന് ശേഷം ട്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൈഡ് വൈസ് ആയിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിപ്പ് വന്നു. കോൾ പ്രീമിയം എല്ലാം ഡിഫ്ലേറ്റ് ആയി. പുട്ട് പ്രീമിയം സ്പൈക്ക് ചെയ്തത് ഇവിടെ റേഞ്ചിൽ നിൽക്കുമ്പോൾ ഡിഫ്ലേറ്റ് ആവുമെന്ന് ഞാൻ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി സെയിം ഹാപ്പൻ ആയി. സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഒരു കോൾ ട്രൈ ചെയ്തു, വർക്കൗട്ട് ആയില്ല. അതുപോലെ പുട്ട്സ് ഇവിടെ ട്രൈ ചെയ്തു, അതും വർക്കൗട്ട് ആയില്ല. സോ ആക്ച്വലി ഞാൻ ഒരു 25,000 ലോസിലായിരുന്നു. ഈ ഒരു ഹീറോ സീറോ ട്രേഡാണ് നമ്മൾ ആക്ച്വലി ആ പ്രോഫിറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഹീറോ സീറോ ട്രേഡാണ്. ഹീറോ സീറോ ട്രേഡ് ഒരിക്കലും നിങ്ങൾ ഫുൾ ക്യാപിറ്റൽ വെച്ചല്ല ചെയ്യേണ്ടത്, ഫ്രാക്ഷൻ ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് വെച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ ആകെ യൂസ് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് 30,000 ഉള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 2 lakhs ആണ്. അതിൻ്റെ ഒരു 10%, മേ ബി 15% നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ഹീറോ സീറോ ട്രേഡ് എടുക്കേണ്ടത്.